KTUവിന്റെ 2024 സ്കീം റൂൾസ് ആൻഡ് റെഗുലേഷൻ വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പരമ്പരയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിൽ KTU ബിടെക് പ്രോഗ്രാമുകളുടെ കരിക്കുലത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. KTU കരിക്കുലത്തില്, കരിക്കുലം എന്ന വാക്കിന്റെ അർത്ഥം പാഠ്യക്രമം, ഏത് ക്രമത്തിലാണ് പഠനം നടത്തേണ്ടത്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിവരിക്കാൻ പോകുന്നത്. പക്ഷെ അത് കരിക്കുലത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഓരോ കോഴ്സിലും യൂണിവേഴ്സിറ്റി കോർ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്, കോഴ്സുകളുണ്ട്. അപ്പം മൊത്തം നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കോഡുകൾ ഞാൻ മഞ്ഞ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോഴ്സുകൾ അവിടെ കാണാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി ഐച്ഛികമായിട്ട് പഠിക്കാൻ, കോർ എന്ന് വെച്ചാൽ ഐച്ഛിക വിഷയം, മെയിൻ ആയിട്ടുള്ള വിഷയം, മെയിൻ സബ്ജക്റ്റ്. മറ്റ് ചില BSc ഒക്കെ പഠിക്കുന്നവർ പറയും മെയിനും സബും എന്നൊക്കെ പറയും. ഇവിടെ കോർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സബ് എന്നുള്ള ഒരു സങ്കല്പമേ ഇല്ല, പകരം ഒരു പക്ഷേ ഇലക്റ്റീവ് എന്ന ഒന്ന് വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഈ ഒരു സ്കീമിലാണ് ഇങ്ങനെ ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്, കാറ്റഗറൈസേഷൻ വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോർ, അതുപോലെ യൂണിവേഴ്സിറ്റി ഇലക്റ്റീവ്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കരിക്കുലം ടേബിൾസ് കാണുമ്പോൾ നോക്കാം. യൂണിവേഴ്സിറ്റി കോറും യൂണിവേഴ്സിറ്റി ഇലക്റ്റീവും കഴിഞ്ഞ് അതെല്ലാം നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. കോർ വിഷയം, ഇലക്റ്റീവും നിർബന്ധമാണ്, എല്ലാം നിർബന്ധം തന്നെയാണ്. പക്ഷെ അതിന്റെ കാറ്റഗറി തിരിച്ചുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ഗ്രൂപ്പ് കോർ. ഗ്രൂപ്പ് കോർ എന്ന് വെച്ചാൽ പ്രോഗ്രാം കോർ വരുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പുകളായിട്ട്, എന്താണ് ഗ്രൂപ്പ് എന്നും ഈ ഒരു സ്കീമിന്റെ സവിശേഷതയാണ്. അതും തൊട്ടടുത്ത സ്ലൈഡിൽ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന കോഡാണ്. എല്ലാത്തിനും അതിന്റെ വാക്കിന്റെ വെച്ച്, ആദ്യ അക്ഷരങ്ങൾ വെച്ച് കോഡ് കൊടുത്തിരിക്കുകയാണ്. പ്രോഗ്രാം കോർ, ഓരോ വിഷയങ്ങൾ, ബ്രാഞ്ച് നമ്മൾ പഠിക്കാൻ, ഡിസിപ്ലിൻ പഠിക്കാൻ എടുത്തിരിക്കുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നവർക്ക് അവരുടേതായ കോർ വിഷയങ്ങൾ ഉണ്ടാകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഏതൊക്കെ വിഷയങ്ങളാണെന്ന്. അതുപോലെ അതിന്റെ ഇലക്റ്റീവ് വിഷയങ്ങൾ. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഇലക്റ്റീവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാം ഇലക്റ്റീവ്, അതും എല്ലാം നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ പഠിക്കുന്ന ഒരു വിഷയമാണ് ഓപ്പൺ ഇലക്റ്റീവ്, അതാണ് OE എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് വിഷയങ്ങളിൽ തിയറി, ലാബ്, സെമിനാർ, പ്രോജക്റ്റ് തുടങ്ങിയ തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആണ് കരിക്കുലത്തിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ. ഈ ഒരു സ്കീമിന് മാത്രം ആദ്യമായിട്ട് നമുക്ക് 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതാണ് ഗ്രൂപ്പ് കോർ എന്ന് നമ്മൾ നേരത്തെ കണ്ടത്. ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യം ഗ്രൂപ്പ് A, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സയൻസ് തുടങ്ങിയതൊക്കെ അതിൽ പെടും. കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ വിഷയങ്ങളും, സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ പെടും. അവരൊക്കെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ്. രണ്ടാമത്തേത് B ഗ്രൂപ്പ്. ആ B ഗ്രൂപ്പിൽ മുഖ്യമായിട്ടും വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, റോബോട്ടിക്സ്, അതുപോലെയുള്ള വിഷയങ്ങൾ. VLSI ഇപ്പോൾ ബിടെക്കിൽ വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാക്കറ്റിൽ VLSI, ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നാണ് ആ ബ്രാഞ്ചിന്റെ പേര്. അങ്ങനെയും ചില കോളേജുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഗ്രൂപ്പിൽ പെടും. അപ്പോൾ ഇലക്ട്രിക്കൽ സയൻസ് ഗ്രൂപ്പാണിത്. സർക്യൂട്ട് വിഷയങ്ങൾ എന്ന് വേറൊരു പേരും ഇതിനെ പറയും. പിന്നെയുള്ളത് മൂന്നാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെ വിഷയങ്ങൾ തമ്മിൽ ഒരു അടുപ്പമുണ്ട്. അവിടെ ഒരു ഏകദേശം ഒരു കോമൺ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് അപ്പോൾ പഠിക്കേണ്ട വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ സാധ്യമാണ്. പിന്നെ വരുന്നത് ഗ്രൂപ്പ് C, ഫിസിക്കൽ സയൻസ് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആണത്, ബ്രാഞ്ചുകളാണിത്. അതായത് നോൺ സർക്യൂട്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന വിഷയങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ,
മെക്കാട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയതൊക്കെ ഇതിൽ പെടും. പോളിമർ എഞ്ചിനീയറിംഗ് എല്ലാം ഇതിൽ പെടും. പിന്നെ ഗ്രൂപ്പ് ഡി, അത് ലൈഫ് സയൻസ്, കുറച്ച് ബയോളജി ഓറിയന്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഫുഡ് ടെക്നോളജി, ലൈഫ് സയൻസ്, ബയോടെക്നോളജി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ഗ്രൂപ്പ് ഡിയിൽ പെട്ടതാണ്. അപ്പൊ കരിക്കുലം പറയുന്നതും 4 തരം ഗ്രൂപ്പിനും വ്യത്യസ്തമായിട്ടാണ്. കരിക്കുലം എന്ന് പറയുന്ന ഈ ഒരു പട്ടികയാണ്. കരിക്കുലത്തിൽ നമ്മൾ നേരത്തെ കണ്ടു, ഇതൊക്കെയാണ് അടങ്ങിയിട്ടുണ്ടാവുക. എന്തൊക്കെയാണ് കരിക്കുലത്തിൽ ശ്രദ്ധിക്കേണ്ടത്? സെമസ്റ്റർ ഏതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഗ്രൂപ്പും കൂടി പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയർ നിർബന്ധമായിട്ടും KTUവിന്റെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോളേജുകളിലും 10 ദിവസം ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തണം. ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, പഠനത്തിലും അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളിലും വരുന്ന മാറ്റങ്ങൾ, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ വന്ന് അവിടെ ക്ലാസ് എടുക്കും. അത് ഓരോ കോളേജിലും പ്രോഗ്രാംസ് ആയിട്ട് അവിടെ അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് സ്ലോട്ടുകൾ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ പേര് ഇവിടെയാണ്, കോഴ്സ് നെയിം എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ വിഷയങ്ങൾ, ഇപ്പൊ മാത്സ് എപ്പോഴും സ്ലോട്ട് എയിൽ വരും. മറ്റുള്ള സയൻസ് വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ഇവിടെ അത് പേരിങ്ങനെയാണ്: ഫിസിക്സ് ഫോർ എഞ്ചിനീയേഴ്സ്, കെമിസ്ട്രി ഫോർ എഞ്ചിനീയേഴ്സ്, അത് B സ്ലോട്ടിൽ വരും. അതിന്റെ പ്രത്യേകതകൾ ഇവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില ക്ലാസ്സുകളിൽ, ചില കോളേജുകളിൽ ഫിസിക്സ് ആണ് S1 പഠിപ്പിക്കുന്നെങ്കിൽ S2 അതേ വിദ്യാർത്ഥികൾ കെമിസ്ട്രി പഠിക്കും. മറ്റു ചില കോളേജിൽ ചിലപ്പോ, ഇപ്പോ ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ചില കോളേജിലെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഫിസിക്സ് പഠിക്കുന്നു എങ്കിൽ അതേ ബ്രാഞ്ച് പഠിക്കുന്ന വേറൊരു കോളേജിൽ ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ പഠിക്കാതെ വിട്ടിരിക്കുന്ന മറ്റേ വിഷയം, S1 ഫിസിക്സ് പഠിച്ചവര് S2 ചെന്നാൽ കെമിസ്ട്രി പഠിക്കും. അത് S2 കരിക്കുലത്തിൽ അത് അവിടെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ B സ്ലോട്ടിൽ വരുന്നതാണ്. C സ്ലോട്ടിൽ വരുന്നത് ഗ്രാഫിക്സ്, അതായത് ഇത് ഗ്രൂപ്പ് Aക്കും Bക്കും കോമൺ ആണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന വരയ്ക്കുന്ന വിഷയങ്ങളാണ്. ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് സബ്ജക്റ്റ് ആണിത്, CAD. ഓക്കെ, അത് സ്ലോട്ട് C ആണ്. സ്ലോട്ട് ഡിയില് ഒരു വിഷയമാണ് ഉള്ളത്, ഒരു കോഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിന്റെ ഒരു പ്രത്യേകത, അത് S1 തന്നെ നിർബന്ധമായിട്ട് പഠിക്കും. മുമ്പേ സീനിയർ വിദ്യാർത്ഥികൾക്ക് 2015-ലും 2019-ലും ഉള്ള ബ്രാഞ്ച് പഠിച്ചവർക്ക് അത് ഓൾട്ടർനേറ്റ് ചെയ്ത്, സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ചില ബ്രാഞ്ചുകൾക്കും, അതുപോലെ സിവിൽ ആൻഡ് മെക്കാനിക്കൽ വേറെ ചില ബ്രാഞ്ചുകൾക്കും. ഇവിടെ ഗ്രൂപ്പ് A, B തുടങ്ങിയവർക്ക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനില്ല. പകരം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒറ്റ കോഴ്സാണത്, ഒറ്റ വിഷയമാണ്. പക്ഷെ അതിന് 2 പാർട്ട് ഉണ്ട്. പാർട്ട് A ഈസ് ഫുള്ളി ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പാർട്ട് 2 ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഇലക്ട്രിക്കലിലെ ഫാക്കൽറ്റി പ്രൊഫസേഴ്സ് വന്നിട്ടാണ് ഇലക്ട്രിക്കൽ പാർട്ട് ക്ലാസ് എടുക്കുക. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അധ്യാപകരാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുക. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരൊറ്റ ആൻസർ ബുക്കേ നമുക്ക് കിട്ടുള്ളൂ. 30 പേജാണ്. ആദ്യത്തെ 1 മുതൽ 15 വരെയുള്ള പേജുകള് ഇലക്ട്രിക്കലിന്റെ ഉത്തരങ്ങൾ എഴുതാൻ, പാർട്ട് 1. തുടർന്ന് വരുന്ന 16 മുതൽ 30 വരെ നമ്പർ പേജുകള് പാർട്ട് 2 ഇലക്ട്രോണിക്സിന്റെ ഉത്തരങ്ങൾ എഴുതാനും ശ്രദ്ധിക്കണം. മിക്സ് ചെയ്ത് പോകരുത്. അതാണ് ഈ ഒരു വിഷയത്തില് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. അത് സ്ലോട്ട് ഡിയിലാണ്. സ്ലോട്ട് നമ്മൾ പഠിച്ചു വെക്കണം, ഓർമ്മ വെക്കണം. ഇതെല്ലാം ഓർമ്മ വെക്കണം നമ്മൾ. കാരണം ഈ ടേംസിലായിരിക്കും ഇനി കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വരുന്നത്.
അടുത്തത് സ്ലോട്ട് എഫ് ആണ്. ഇവിടെ ഇ എന്നുള്ള സ്ലോട്ട് ചേർത്തിട്ടില്ല. എഫിനുള്ള പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്, അത് നിർബന്ധമായിട്ടും അത് യൂണിവേഴ്സിറ്റി കോഴ്സാണ്, യൂണിവേഴ്സിറ്റി കോർ വിഷയമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം GC ഗ്രൂപ്പ് കോറുകളായിരുന്നു, ഗ്രൂപ്പ് എക്കും ബിക്കും മാത്രമായിട്ടുള്ളത്. അപ്പൊ ഈ വിഷയങ്ങള് ഇതിന്റെ കണ്ടൻസ് ആയിട്ടുള്ള ചില പേരുകളൊക്കെ ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും, പക്ഷെ അതിന്റെ സിലബസിൽ ടോപ്പിക്കുകൾ ഡിഫറെന്റ് ആയിട്ട് വരും. ഇനിയിപ്പോ ഗ്രൂപ്പ് സി, അതായത് സിവിൽ മെക്കാനിക്കൽ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഈ ഒരു എഫ് സ്ലോട്ടിൽ വന്നിരിക്കുന്ന അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ, ഇത് നല്ലൊരു നീക്കമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പൈത്തൺ പഠിച്ചിരിക്കേണ്ടത് നല്ലതാണ്. മാത്രമല്ല അൽഗോരിതമിക് തിങ്കിങ്, അൽഗോരിതം എന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയർ. ഏത് പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു ചോദ്യത്തെ നമ്മൾ വളരെ ചെറിയ 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 പീസുകളായിട്ട് സങ്കല്പിക്കുക, തിരിക്കുക, ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി എടുക്കുക. ആ ഒരു ചിന്താശക്തി പ്രോഗ്രാമിന്, എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമിനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യാൻ പോകുമ്പോഴും ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതിന്, ഞാനിപ്പോ പുറപ്പെട്ട് ചെയ്യാൻ പോകുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ സ്വയം ആലോചിച്ച് തീരുമാനിച്ച് അത് ഏത് ക്രമത്തിൽ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. അതാണ് ഈ ഒരു കാഴ്ചപ്പാട്. അത് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടി അതിനോട് കൂടെ പഠിച്ച് അത് പൂർത്തിയാക്കാനാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത്. വളരെ നല്ല പ്രശംസനീയമായ ഒരു കാഴ്ചവെപ്പാണത്. ഇനി പൈത്തൺ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പഠിക്കേണ്ടത്. എന്ന് വെച്ച് സി ലാംഗ്വേജ് വേണ്ടെന്നല്ല, അത് അടുത്ത സെമസ്റ്ററിൽ വരുന്നുണ്ട് പഠിക്കാൻ. പിന്നെ വന്നിരിക്കുന്ന ലബോറട്ടറി കോഴ്സുകളാണ്. അതാണ് ഇവിടെ എൽ എന്ന് പറയുന്നത്. എൽ ലബോറട്ടറിയുടെ സ്ലോട്ടാണ്. അത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തിയറി പഠിക്കുന്നു, അപ്പൊ അതിന്റെ പ്രാക്ടിക്കലാണിത്. പിന്നെയുള്ള 2 സ്പെഷ്യൽ കോഴ്സുകളാണ്. ഇതും ഇവിടെ ഏതെങ്കിലും ഒന്ന് S1-ലും മറ്റത് S2-ലും പഠിക്കാനാണ് ഉദ്ദേശം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, പിന്നെ ലൈഫ് സ്കിൽസ് ആൻഡ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, കുറെ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പൊ മോറൽ വാല്യൂസ്, മൊറാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ഐറ്റംസ് അതിൽ പഠിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ കുറച്ച് തുടക്കങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പഠിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിനെ കുറിച്ച് എല്ലാം ആയിന്ന്, അല്ലെങ്കിൽ സേഫ്റ്റിയെ കുറിച്ച് എല്ലാം ആയിന്ന് ആരും വിചാരിക്കരുത്. സേഫ്റ്റി വളരെ പ്രധാനമാണ് എഞ്ചിനീയേഴ്സിന് അവരുടെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുമ്പോൾ. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ വിഷയത്തിൽ കിട്ടുന്നത്. അതുപോലെ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ് ഇത്. അത് ക്ലാസ്സിൽ ഒരു മൂക്ക് കോഴ്സായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, അതാണ് മൂക്ക്. അത് സ്വയം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ യൂണിവേഴ്സിറ്റി പലതരത്തിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് അവിടെ അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് അത് നമ്മൾ ചെയ്യണം. അതിന് ക്ലാസ്സിലൊന്നും അവേഴ്സ് ഇല്ല. അതാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്ലോട്ടും കോഴ്സ് നെയിമും ഞാൻ ഒരുമിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇടയ്ക്ക് വന്നിരിക്കുന്ന ഈ കോളംസ് കൂടി ശ്രദ്ധിക്കുക. കോഴ്സ് കോഡ് വളരെ പ്രധാനമാണ്. ഓരോ കോഴ്സിന്റെയും കോഡ് തെറ്റാതെ നമ്മൾ പഠിക്കണം. കോഴ്സ് രജിസ്ട്രേഷൻ സമയത്തും എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും അത് വെച്ചിട്ടാണ് തെറ്റ് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റുക. അതിന്റെ ലെറ്റേഴ്സ് നോക്കുക. GY ഗ്രൂപ്പ് സ്പെസിഫിക് ആണത്. GX എന്നും GY എന്നും കാണും ഡിഫറൻസ് ആയിട്ട്. അതാണ് ഇവിടെ റെഡ് ലെറ്ററിൽ ഒരു ചേഞ്ച് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 അക്ഷരം അതിൽ നിന്നാണ് അത് വ്യത്യാസപ്പെടുത്തി കാണുന്നത്. ഇവിടെ ഇപ്പൊ നോക്കുക, യൂണിവേഴ്സിറ്റി കോർ ആയിട്ടുള്ള സബ്ജക്റ്റിന് UC, യൂണിവേഴ്സിറ്റിയുടെ UC. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രൂപ്പിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകളാണിത്. അതാണ് ഇതിന്റെ പേരിന്റെ തുടക്കത്തില്, കോഡിന്റെ തുടക്കത്തിൽ ഇങ്ങനെ കാണുന്നത്. അപ്പൊ ആദ്യത്തെ 2 അക്ഷരങ്ങള് അങ്ങനെയാണ്. പിന്നത്തെ 2 അക്ഷരങ്ങള് അത് ഏത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏത് ഫാക്കൽറ്റി, ഏത് തരത്തിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി പഠിപ്പിക്കുന്നു. MA എന്ന് പറഞ്ഞാൽ മാത്സ്, PH ഫിസിക്സ്, CY കെമിസ്ട്രി, അങ്ങനെയാണ്.
അതുപോലെ ES എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് സയൻസ്. അതുപോലെ ഇവിടെ ഓരോ വിഷയത്തിനും അങ്ങനെ പറയുന്നുണ്ട്. ES ഈ അൽഗോരിതമിക് തിങ്കിങ് ആൻഡ് പൈത്തനും ES ആണ്. ശരിക്കും അത് കമ്പ്യൂട്ടർ സയൻസ് ഫാക്കൽറ്റി ആണ് പഠിപ്പിക്കേണ്ടിയിരുന്നത്. അത് CS എന്ന് അവിടെ പറയാമായിരുന്നു. പക്ഷെ എല്ലാ കോളേജുകളിലെയും ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഫാക്കൽറ്റി അത്രയും ഉണ്ടാവില്ലെങ്കിൽ വേറെ ബ്രാഞ്ചിലെ ടീച്ചേഴ്സും അത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് അങ്ങനെ പഠിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞാനും ആ രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. നേരത്തെ KTU വരുന്നതിന് മുമ്പ് നമ്മുടെ കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയിട്ട് ഞാൻ ഗവൺമെന്റ് കോളേജ്, കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പ്രോഗ്രാമിംഗ് ഒക്കെ അതുപോലെ എല്ലാ ബ്രാഞ്ചുകൾക്കും ഞാൻ പഠിപ്പിച്ച് പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് ഫാക്കൽറ്റി പഠിപ്പിക്കുന്നു എന്ന ഇൻഫർമേഷൻ ആണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. ഇവിടെ നോക്കുക, ഹ്യൂമാനിറ്റീസ് ഫാക്കൽറ്റി ആണ് ഇത് പഠിപ്പിക്കേണ്ടത്. HU ലൈഫ് സ്കിൽസ് പഠിപ്പിക്കേണ്ടത് ശരിക്കും. പിന്നെയുള്ള ഒരു ലെറ്റർ, ഒരു സിംഗിൾ ലെറ്റർ ആണ് T അല്ലെങ്കിൽ L എന്ന് കാണുന്നത്. L ലബോറട്ടറി വിഷയങ്ങളാണ്, കോഴ്സാണ്. T എന്ന് പറഞ്ഞാൽ തിയറിയാണ്, തിയറി ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കേണ്ടത്. പിന്നത്തെ അക്കം കാണിക്കുന്നത്, പിന്നെ അക്കങ്ങളാണ്, 3 അക്കങ്ങളാണ്. 100 പ്ലേസിൽ വരുന്നത് ഫസ്റ്റ് സെമസ്റ്ററിനും അതുപോലെ സെക്കൻഡ് സെമസ്റ്ററിനും വരും. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ വിഷയങ്ങൾ ഇവിടെ അറിയാൻ സാധിക്കും. 200 വെച്ച് തുടങ്ങുന്നതായിരിക്കും S3 S4, അതായത് സെക്കൻഡ് ഇയർ. അങ്ങനെ പിന്നെ വരുന്ന ഈ ഒറ്റ സ്ഥാനത്തിരിക്കുന്ന അക്കങ്ങള് അത് ഓരോ ബ്രാഞ്ചിന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സീരിയൽ ഓർഡറിൽ നമ്പർ ചെയ്തു പോകും. അങ്ങനെയാണ് ഈ നമ്പർ വന്നിരിക്കുന്നത്. അപ്പൊ 101 എന്ന് പറഞ്ഞാൽ അത് മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 101 എന്ന് പറഞ്ഞാൽ അത് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഫർ ചെയ്തിട്ടുള്ള ആദ്യത്തെ മാത്സ് കോഴ്സാണ്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലെ മാത്സിന് 102 എന്നായിരിക്കും അവിടെ വരാൻ പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഫിസിക്സിന് ഒരു 122 എന്ന കോഡ് നമ്പർ, അതായത് കോഴ്സ് കോഡ് നമ്പർ കൊടുത്തിരിക്കുന്ന കെമിസ്ട്രിക്കാണ്. അപ്പൊ ഈ കോഴ്സ് കോഡ് വെച്ചിട്ട് നമുക്ക് യുണീക്ക് ആയിട്ട് ഒരു വിഷയം തെറ്റാതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ ഇവിടെ 104 വേറൊരു ഉദാഹരണം. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന 4ാമത്തെ വിഷയമാണ്. അത് വരുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് സയൻസ് വിഷയമാണ്. അത് എഞ്ചിനീയറിംഗും ആണ് സയൻസും ആണ് എന്നാണ് അത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവില്ല. ഈ പഠിക്കുന്ന ഇലക്ട്രോണിക്സിൽ തന്നെ അടുത്ത വർഷം പഠിക്കാൻ പോകുമ്പോൾ ആഴത്തില് അതാത് ബ്രാഞ്ചില്, ബന്ധപ്പെട്ട ബ്രാഞ്ചിലുള്ളവര് അത് ഡിസൈൻ ആഴത്തില് അത് പഠിക്കും. ഓക്കെ, ഇനി ഉള്ളതാണ് കാറ്റഗറി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ക്രെഡിറ്റുകൾ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ലെക്ചർ അവേഴ്സ് ആണ് ഇത് കാണിക്കുന്നത്. ഒരാഴ്ചയിൽ മിനിമം വേണ്ടതായ മണിക്കൂറുകൾ ലെക്ചർ ചെയ്യേണ്ടത്. ഇത് ട്യൂട്ടോറിയൽ ആണ്. ട്യൂട്ടോറിയൽ എന്താണെന്ന് വെച്ചാൽ മൊത്തം 60 പേരാണ് ഒരു ക്ലാസ്സിലെ സ്ട്രെങ്ത് കുട്ടികളുടെ എങ്കിൽ അതിൽ പകുതി കുട്ടികളെ ഒരു റൂമിൽ ഇരുത്തിക്കൊണ്ട് ഒരു അധ്യാപകൻ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഇട്ട് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു. കുട്ടികളുടെ അടുത്ത് ചെന്ന് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി ഇത് വ്യക്തതയോടെ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ സാധാരണ 2 അധ്യാപകർ വേണം. മറ്റേത് ലെക്ചർ മാത്രം ചെയ്യാനാണെങ്കിൽ ഒരു ക്ലാസ്സിന് ഒരു അധ്യാപകൻ മതി. ട്യൂട്ടോറിയൽ ആകുമ്പോൾ ശരിക്ക് കോളേജുകളിൽ ചെറിയ വലിപ്പത്തിലുള്ള ട്യൂട്ടോറിയൽ ക്ലാസ് റൂം തന്നെ വേണമെന്നാണ്. അപ്പോൾ ഓരോ അധ്യാപകര് 30 വീതം കുട്ടികളെ അതാത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അങ്ങനെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസോടെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനി ക്ലാസ് റൂമിന്റെ വലിപ്പം അങ്ങനെ ആവശ്യത്തിന് വലിപ്പത്തിലുള്ള റൂംസ് ഇല്ലെങ്കിൽ അതേ ക്ലാസ് റൂമിൽ തന്നെ 2 ബ്ലോക്ക് ആയിട്ട് തിരിച്ച് 2 അധ്യാപകർ എന്ന് വെച്ചാൽ ആ 2 അധ്യാപകരും ഒരു റൂമിലുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓരോ അധ്യാപകൻ പറഞ്ഞു തന്നത് മനസ്സിലാവാത്ത കുട്ടിക്ക് മറ്റേ അധ്യാപകന്റെ അടുത്തും അത് ചോദിക്കാം എന്നാണ്. അത് അതേ സമയത്ത് ചോദിച്ച് പഠിക്കാം. അതാണ് ട്യൂട്ടോറിയൽ അവർ. ക്രെഡിറ്റും ട്യൂട്ടോറിയലും അവർ കൂട്ടുന്ന അത്രയും ക്രെഡിറ്റ്സ് ആ വിഷയത്തിന് പൊതുവെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ഇവിടെ പൊതുവെ ഉള്ള ഒരു കാര്യമാണത്.
ലെക്ചർ 3 അവറും ട്യൂട്ടോറിയൽ 1 അവറും കൂടിയിട്ട് ക്രെഡിറ്റ് ടോട്ടൽ മാത്സിന് 4 വന്നു. ഫിസിക്സ് കെമിസ്ട്രിക്ക് ലെക്ചർ ആഴ്ചയിൽ 2 മണിക്കൂറാണ്. പിന്നെ 2 മണിക്കൂർ പ്രാക്ടിക്കൽസ് ലബോറട്ടറിയിൽ ഫിസിക്സ് ലാബിൽ അല്ലെങ്കിൽ കെമിസ്ട്രി ലാബിൽ പോയി എക്സ്പെരിമെന്റ് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് പഠിക്കുക. ലെക്ചറിന് തുല്യമായിട്ടുള്ളതും പ്രാക്ടിക്കലിന്റെ പകുതിയും കൂട്ടിയിട്ടാണ് ക്രെഡിറ്റ് ഇടുന്നത്. അപ്പൊ 2 ഇവിടെയും ഇവിടത്തെ 2-ന് 1 കിട്ടുള്ളൂ. 2 + 1 3 ക്രെഡിറ്റ് ഇവിടെ വന്നു. അത് ടോട്ടൽ ഒരാഴ്ചയിൽ 4 മണിക്കൂർ ഫലത്തിൽ ഉണ്ടാകും. 2 മണിക്കൂർ അതിൽ പ്രാക്ടിക്കൽ ആയതുകൊണ്ട്. അപ്പൊ പ്രാക്ടിക്കലിന്റെ പകുതി ക്രെഡിറ്റ് ശരിക്കും ക്രെഡിറ്റ് ആയിട്ട് വരത്തുള്ളൂ. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അത് വിഭാവനം ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 4ാമത്തെ കോളം എന്ന് വെച്ചാൽ പ്രോജക്റ്റിനുള്ളതാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ പ്രോജക്റ്റ് ഒന്നും വരാത്താണ് അവിടെ 0 ഇട്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു പുതിയ സംവിധാനമാണ് ഇത്. ഈ കരിക്കുലത്തിൽ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സെൽഫ് സ്റ്റഡി. ഇത് ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ വിദ്യാലയങ്ങളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ഉള്ള വിദ്യാലയങ്ങളിലൊക്കെ ചെയ്യുന്ന ഏർപ്പാട് എന്താണ്? കുട്ടികളോട് ബുക്കൊന്നും സ്കൂളിൽ വെച്ചാൽ മതി, വീട്ടിൽ കൊണ്ടുപോകണ്ട, വീട്ടിൽ ചെന്ന് നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പഠിക്കണ്ട എന്നുള്ള ഒരു നിലപാട് ചില സ്റ്റേജുകളിലെങ്കിലും അവിടെ ഉണ്ട്. പക്ഷെ എഞ്ചിനീയറിങ്ങിന് അതൊരിക്കലും സാധ്യമല്ല. എഞ്ചിനീയറിങ്ങിന് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു കുട്ടി പഠിക്കേണ്ടതായ ആ ഒരു ഭാഗത്തിന്റെ ഒരു 20% വരെയൊക്കെ ഒരു അധ്യാപകന് ക്ലാസ്സിൽ വെച്ച് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. എൻ്റെ ഏകദേശം 35 വർഷത്തെ പഠിപ്പിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതിന്റെ എത്രയോ മടങ്ങ് വിദ്യാർത്ഥി വീട്ടിൽ ചെന്ന് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കുക, ആഴ്ചയിൽ 3 ഒരു അവർ ട്യൂട്ടോറിയലും പഠിച്ചിട്ട് സെൽഫ് സ്റ്റഡിക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരാഴ്ചയിൽ മാത്സ് ആ കുട്ടി സ്വന്തമായിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിക്കേണ്ടത് 6 മണിക്കൂർ. ഹോംവർക്ക് ചെയ്യുന്ന അതിൽ ഉൾപ്പെടില്ല. ഹോംവർക്ക് ശരിക്കും അതിന് പുറമേ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ സ്വന്തമായിട്ട് തിയറി ക്ലാസ്സിലിരുന്ന് പഠിച്ചതിന്റെ എന്താണ് ചെയ്യേണ്ടത്, കൂടുതൽ ആഴത്തിൽ കൂടുതൽ തിയറി എഴുതി പഠിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്, എഴുതി തന്നെ പഠിക്കണം, പ്രോബ്ലംസ് ചെയ്ത് വരച്ച് പഠിക്കണം. അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ സെൽഫ് സ്റ്റഡി അവർ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇതിൽ ഇനിയും അത് അവേഴ്സ് വേണമെങ്കിൽ കൂട്ടാം, ചിലർക്ക് വേണമെങ്കിൽ അത് കുറച്ച് വളരെ ഷാർപ്പായിട്ട് പഠിക്കുന്ന, അതായത് മനുഷ്യരാണ് ഇത് ശരിക്കും പഠിച്ച് വരുന്നത്. വിദ്യാർത്ഥികൾ ഓരോ മനുഷ്യർക്കും അത് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഒറ്റ ഗ്രാസ്പിങ്ങിൽ ക്ലാസ് റൂമിലിരുന്ന് ഒറ്റ തവണ കേട്ടാൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് പതിഞ്ഞെന്നിരിക്കും. ചിലർക്കത് കുറച്ച് ആവർത്തനമായിട്ട് ചർച്ച ചെയ്ത് സ്വന്തം ക്ലാസ്സിലുള്ള മറ്റു വിദ്യാർത്ഥികളായിട്ട് ചർച്ച ചെയ്ത് എഫക്റ്റീവായിട്ട് അത് പഠനം തുടരും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സീനിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അധ്യാപകരായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ പഠന സമ്പ്രദായം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കൺസെപ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുകയാണ് ഓരോ വിഷയത്തിനും. പ്രാക്ടിക്കലിനും അത്തരം സെൽഫ് സ്റ്റഡി ഇവിടെ പറയുന്നുണ്ട്. അത് മുഖ്യമായിട്ടും അതിന് വേണ്ടതായ പ്രിപ്പറേഷൻസ് ചെയ്യാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റെക്കോർഡ് എഴുത്തും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അതും ചിലപ്പോൾ നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ 1 മണിക്കൂർ ചിലപ്പോൾ തികയാതെ വരും. 2 മണിക്കൂർ ലാബ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അതേക്കാൾ. അപ്പോൾ ഇത് നമുക്ക് കാണാം, ഇത് മിനിമം ഇത്രയും മണിക്കൂറെങ്കിലും ആഴ്ചയിൽ ഓരോ വിഷയങ്ങൾക്കും ആ വിദ്യാർത്ഥി നീക്കി വെക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പൊ നോക്കുക, മൂക്ക് കോഴ്സ് ഈ സെമസ്റ്റർ എടുക്കണം നിർബന്ധമില്ല. അതാണ് ഇവിടെ ഇത് നിർബന്ധമായിട്ട് പറയാത്തത്. ക്രെഡിറ്റ് അടുത്ത S2 ക്രെഡിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ കൊണ്ട് മൂക്ക് കോഴ്സ് തീർത്താൽ മതി. അതിന് 2 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ ചെലവഴിക്കേണ്ടതുണ്ട്. അത് ഓൺലൈൻ കോഴ്സാണ്. ചിലര് അവരുടെ സൗകര്യത്തിനനുസരിച്ച് കൂടുതൽ ഭാഗങ്ങൾ ഒറ്റ ഇരിപ്പിനിരുന്ന് ചിലപ്പോൾ ചെയ്തെന്ന് വരും. 2 മണിക്കൂർ തന്നെ ആവണമെന്നില്ല. അപ്പൊ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. അത് ഏകദേശം ഒരു ഗൈഡ് ലൈൻ ആയിട്ട് എടുത്താൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല. ഈ ഒരു ടേബിൾ, ഈ കാണുന്ന ലെക്ചർ, പ്രാക്ടിക്കൽ, ട്യൂട്ടോറിയൽ അവേഴ്സ് ഒക്കെ വളരെ കൃത്യതയോടെ കോളേജ് ക്ലാസ്സുകളിൽ നിന്ന് അത് നടത്തുന്നതായിരിക്കും. അതുപോലെ വളരെ കൃത്യതയോടെ നടത്തുന്ന 3 കോളംസ് ആണ് ഇത്. ഒന്ന് കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ്.
CIE എന്ന് നേരത്തെ അടിച്ചത് ഇവിടെ CIA എന്ന് യൂണിവേഴ്സിറ്റി തന്നെ അത് മാറ്റി അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ അങ്ങനെയാണ് ഇവിടെ അവർ ടൈപ്പ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. CIE എന്നാണ് ഇതുവരെ ഉള്ള നിയമാവലിയിൽ അവർ പറഞ്ഞത്. അതായത് സെഷണൽ മാർക്കാണ്. അപ്പൊ ഓരോ വിഷയത്തിന്റെ സെഷണൽ മാർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഓരോ വിഷയത്തിന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എത്രയിലാണ് മാർക്ക് ഇടുന്നതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഉള്ളത് മിക്കതും നമുക്ക് 40 ഇന്റേണലും 60 യൂണിവേഴ്സിറ്റി പരീക്ഷാ മാർക്കുമായിട്ടാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിന് 2 പാർട്ടിന് 20ഉം 30ഉം വെച്ച് നേർ പകുതി വീതമാണ് ഉള്ളത്. പ്രാക്ടിക്കലിന് ഫസ്റ്റ് ഇയറിൽ 50 മാർക്കാണ് ഉള്ളത്, 100 മാർക്ക് അവിടെ ഇല്ല. 50 മാർക്കിൽ മൊത്തം ഇന്റേണൽ ഇവാലുവേഷൻ ആയിട്ടാണ് നൽകപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി തലത്തിൽ, അതായത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എക്സാമറെ അയച്ചിട്ട് പരീക്ഷ നടത്തി ഇവാലുവേഷൻ ഇവിടെ ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു കരിക്കുലം നോക്കി നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചില ബ്രിഡ്ജ് കോഴ്സും കൂടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി. 15 മണിക്കൂർ വരെ ആകാമെന്ന്. അത് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ബയോ സയൻസ് +2 പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് കുറച്ച് സ്ലോ ആയിരിക്കും. അത്തരക്കാർക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സ് മാത്തമാറ്റിക്സിൽ നടത്തേണ്ടി വരും. അതുപോലെ ബയോളജി എടുത്ത് പഠിച്ചു, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടേ ഇല്ല +2 എങ്കിൽ അതിനും ഒരു ബ്രിഡ്ജ് കോഴ്സ് ആവാം. അപ്പൊ മിനിമം ആണ് ഈ 15 മണിക്കൂർ അത്തരക്കാർക്ക് പറയുന്നത്. അതും നിർബന്ധമായിട്ട് എല്ലാ കോളേജിലും ചിലപ്പോൾ നടത്തിയെന്ന് വരില്ല, ചില കോളേജുകളിലെ അത് നടത്തുമായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കരിക്കുലത്തിൽ നമുക്ക് കാണാവുന്നത്. ഗ്രൂപ്പ് സിയുടേത് ഞാൻ അത്രയും വിശദമായിട്ട് പറയുന്നില്ല, കാരണം നേരത്തെ നമ്മൾ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. മാറ്റങ്ങൾ മാത്രം ഇവിടെ പറയുന്നു. സ്ലോട്ടുകൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏകദേശം സമാനമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഡി സ്ലോട്ടില് ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അതിന്റെ ക്രമം ഇങ്ങനെയായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു. ഇത്തവണ അത് ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ചെറിയ വ്യത്യാസം വരുത്തി മൊത്തം ക്രെഡിറ്റ് ഇവിടെ 20 വരെ വരുന്നുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ ആണ് 20 വരെ. ഇത് ടോട്ടൽ മണിക്കൂറാണ് 24 വന്നിരിക്കുന്നത്. അപ്പോൾ അതില് ഇവർക്കും കോമൺ ആയിട്ട് യൂണിവേഴ്സിറ്റി കോർ വിഷയം അൽഗോരിതമിക് തിങ്കിങ് ആൻഡ് വിത്ത് പൈതൺ എന്ന് തന്നെ പറയുന്നുണ്ട്. വേറൊരു വ്യത്യാസം, ഡ്രോയിങ്ങിന് പകരം ഇവർക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. ഫിസിക്സ് ഫോർ എഞ്ചിനീയേഴ്സിൽ സിലബസ് വ്യത്യസ്തമാവാനാണ് സാധ്യത. ഇവിടെയും ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ സിലബസ് കോമൺ ആയിട്ട് ഐഡന്റിക്കൽ ആയിട്ട് വരാൻ സാധ്യതയില്ല. സിലബസ് വന്നു കഴിഞ്ഞു, ഞാൻ ആ സാധ്യത ഇല്ല എന്ന് പറഞ്ഞത് അത് വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇനി കൂടുതൽ സമയം ഇതിനു വേണ്ടി എടുക്കുന്നില്ല. അതുപോലെയാണ് ഗ്രൂപ്പ് ഡിക്കും ചില വിഷയങ്ങൾ അവര് പഠിക്കേണ്ടതായ ഡിസിപ്ലിൻ അനുസരിച്ച് വിഷയങ്ങളിൽ മാറ്റമുണ്ട്. ഉദാഹരണം ഇവിടെ നോക്കുക, ഇൻട്രൊഡക്ഷൻ ടു ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് കാണുന്നുണ്ട്. അതുപോലെ അതിന്റെ ലബോറട്ടറി സെഷനും സമാനമായിട്ട് വരുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ പഠിക്കേണ്ടതായ കരിക്കുലം. ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ നോക്കുക, നമുക്ക് മാത്തമാറ്റിക്സിന്റെ 2ാമത്തെ വിഷയമുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിന്റെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു ഭേദഗതി. സെക്കൻഡ് സെമസ്റ്ററിന്റെ അക്ഷരങ്ങൾ തുടങ്ങുന്നത് 201, അതായത് 100ന്റെ സ്ഥാനത്ത് 2 വന്നിട്ടുണ്ടാവും. തേർഡ് സെമസ്റ്ററിൽ 100ന്റെ സ്ഥാനത്ത് 3 വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ സെമസ്റ്റർ ഏതാണെന്ന് ആ കോഡ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ 201 മാത്സിന്റെ വിഷയം വന്നിരിക്കുന്നത് ഗ്രൂപ്പ് സ്പെസിഫിക് മാത്തമാറ്റിക്സ് 2, 2ാമത്തെ മാത്സ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിലെ 4 മോഡ്യൂൾസ് അവർ പഠിക്കേണ്ടത് ഗ്രൂപ്പ് എ ബി ബ്രാഞ്ചുകാർക്ക് ആവശ്യമുള്ള മാത്തമാറ്റിക്സ് ടോപ്പിക്കുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ മാറ്റി വെച്ചിരിക്കുന്ന ഫിസിക്സോ കെമിസ്ട്രിയോ ഏതാണെന്ന് വെച്ചാൽ അത് ഇവിടെ പഠിക്കുന്നതായിരിക്കും. 3ാമത്തെ സ്ലോട്ട് സി സ്ലോട്ടും ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. അത് കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാർക്കും ഇൻസ്ട്രുമെന്റേഷൻകാർക്കും എല്ലാം ഇതാണ് വിഷയം. ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഫ്രം ഹാർഡ്വെയർ എസെൻഷ്യൽസ് ടു വെബ് ഡിസൈൻ.
എന്ന നല്ലൊരു പുതിയ ടോപ്പിക് ഇവിടെ വന്നിരിക്കുകയാണ്. പ്രോഗ്രാമിംഗ് ഇൻ സി കോമൺ ആയിട്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും പഠിക്കുന്നതാണ്. പിന്നെ ഒരു കോർ സബ്ജക്റ്റ് ഇവിടെ വന്നിരിക്കുന്നു. അത് ഓരോ ബ്രാഞ്ചിന്റെയും ഐച്ഛിക വിഷയമായിട്ടുള്ള ഒന്നായിരിക്കും അതിന്റെ സിലബസ്. അതാണ് ആ വിഷയം ഏതാണെന്ന് അതിന്റെ പേര് ഇവിടെ പറയാതെ കോർ 1 എന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇനി വേറൊരു ടേബിളിൽ യൂണിവേഴ്സിറ്റി ഏതൊക്കെ വിഷയം ഏതൊക്കെ ബ്രാഞ്ചുകാർ പഠിക്കണം എന്ന് അവിടെ നിർവചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് എഞ്ചിനീയറിംഗ് എന്റർപ്രണർഷിപ്പ്, സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും അത് നിർബന്ധമായിട്ട് ഒരു വിഷയമായിട്ട് കോർ സബ്ജക്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് ഇതുവരെ നിലവിലില്ലാത്ത ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവകാശം, അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അവകാശം, അത് വിൽപ്പന നടക്കുകയാണെങ്കിൽ അതിൻ്റെ ലാഭവിഹിതം വരെ, റോയൽറ്റി വരെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അത് ചെയ്ത വിദ്യാർത്ഥിക്കും ഒരു പക്ഷേ അത് ഒരു ഗ്രൂപ്പായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ അധ്യാപകരുണ്ടെങ്കിൽ അവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വിശദമാക്കുന്നത്. IPR, പേറ്റൻസ് എന്നൊക്കെ പേറ്റൻസ് എന്നൊക്കെ അവിടെ പറയും. അപ്പോൾ IPR എന്ന് പറയുന്ന ആ ഒരു വിഷയം തന്നെ തിയറി വിഷയമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് പരീക്ഷയുണ്ട്, യൂണിവേഴ്സിറ്റി പരീക്ഷയും എല്ലാം നടക്കും. അതുകൊണ്ട് വിഷയങ്ങളെല്ലാം അതിൽ പറയേണ്ട ടോപ്പിക്കെല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും പഠിക്കണം എന്ന ഉദ്ദേശത്തിലാണ് അതിനും ക്രെഡിറ്റ് 3 ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചുകൂടി കൂടുതൽ മണിക്കൂറുകൾ പഠിക്കാനുണ്ട്. അതുപോലെ ക്രെഡിറ്റുകളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. MOOC കോഴ്സ് ഫസ്റ്റ് സെമസ്റ്റർ ചെയ്യാത്തവര് ഇവിടെ ചെയ്തിരിക്കണം, അങ്ങനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ക്രെഡിറ്റ് തരിക സെക്കൻഡ് സെമസ്റ്ററിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററെ അവർക്ക് രജിസ്റ്റർ ചെയ്ത് അത് ചെയ്യാം. MOOC കോഴ്സിനും അസൈൻമെന്റ്സും ടെസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിരിക്കും. മിക്കവാറും നല്ല IIT പ്രൊഫസേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത കോഴ്സുകളാണത്. അപ്പോൾ അതും ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഫാക്കൽറ്റി അഡ്വൈസറുടെ ഉപദേശം കൂടി എടുത്തുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്ത് ചെയ്യണം. ഇത് ഗ്രൂപ്പ് സിക്കാർക്ക്, ഗ്രൂപ്പ് സി എന്ന് വെച്ചാൽ സിവിൽ, മെക്കാനിക്കൽ തുടങ്ങിയ, മെക്കാട്രോണിക്സ് തുടങ്ങിയ ഗ്രൂപ്പ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ ഗ്രൂപ്പുകാരാണ്. അവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്, നേരത്തെ കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ആണിത്. ഇനി നമുക്ക് സീനിയർ സെമസ്റ്ററിലെ കരിക്കുലം വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. കാരണം അതിൽ മൈനർ, ഓണേഴ്സ്, അതുപോലെ ഇലക്റ്റീവ് സബ്ജക്ട്സ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വ്യക്തിപരമായിട്ട് എൻ്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കുന്നു. അടുത്ത സ്ലൈഡുകളും അടുത്ത പാർട്ടുകളും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ക്വറീസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിൽ കമൻസ് ആയിട്ട് ചേർക്കുക, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വാട്സപ്പോ അല്ലെങ്കിൽ ഫോൺ വഴിയോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.